യേശുവിനോട് കൂടെ നടക്കുന്ന, യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന ശിഷ്യന്മാർക്ക് യേശു അത് വെളിപ്പെടുത്തി കൊടുത്തു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അല്പനേരത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കും. അപ്പോസ്തലന്മാരിലൂടെ വീണ്ടും പറയുകയാണ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. യേശു അവരോട് പറഞ്ഞു, ഈ ഭൂമിയിലെ ജീവിതം, ഈ ഭൂമിയിലെ കഷ്ടത, ഈ ഭൂമിയിലെ ദുഃഖം, ഈ ഭൂമിയിലെ വേദന അല്പനേരത്തേക്കുള്ളതാണ്. അത് അല്പകാലത്തേക്കുള്ളതാണ്. തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് യേശു പിന്നെയും സംസാരിച്ചു. ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അവളുടെ നാഴിക വന്നതുകൊണ്ട്, പ്രസവ വേദനയാൽ ഭാരപ്പെടുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ അല്പനേരം കഴിയുമ്പോൾ, അവൾ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് പിറന്നതിൻ്റെ സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. യേശു അവരോട് പറഞ്ഞു, അതുപോലെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്. യേശു കർത്താവ് ഗെത്സമനയിലേക്ക് നടന്നു നീങ്ങുകയാണ്. തൊട്ടു മുൻപിൽ ക്രൂശീകരണമാണ്, കഷ്ടാനുഭവമാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. നോക്കൂ, ആ സ്ത്രീ തൻ്റെ വേദനകളെല്ലാം മറന്നത് ആ കുഞ്ഞിനെ കണ്ടപ്പോഴാണ്. അതുപോലെ ഞാനും പിന്നെയും നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ എന്നെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ അകത്തുരുവാകുന്ന കുഞ്ഞ് പുറത്തു വരാൻ ദൈവം വച്ചിരിക്കുന്ന സമയ പരിമിതി 40 ആഴ്ചയാണ്. 40 ആഴ്ചയ്ക്കുള്ളിൽ ആ കുഞ്ഞ് പുറത്തു വരും. അത് ദൈവത്തിൻ്റെ സമയമാണ്. അല്പകാലം, അല്പനേരം. യേശു അതിനെ ഒരു ഉപമയാക്കിയെടുത്ത് ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖവും ഇതുപോലെയാണ്. ഇത് അല്പനേരത്തേക്കുള്ളതാണ്. മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ. എന്തുകൊണ്ട് ദൈവമേ എനിക്ക് എന്ന് ചോദിക്കുന്ന ദൈവമൈതലേ, ഈ വേദനയ്ക്ക് ഒടുവിൽ ദൈവം നിനക്കൊരു സന്തോഷം തരും. ഇന്നത്തെ വേദന നീ മറക്കും. ആ സന്തോഷം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും കഴിയുകയില്ല. അല്പകാലത്തേക്കൊരു വേദനയുണ്ട് നിനക്ക്, അല്പകാലത്തേക്കൊരു കഷ്ടമുണ്ട്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. യേശു ഉറപ്പ് തന്നിട്ട് പോയിരിക്കുകയാണ്, ഞാൻ മടങ്ങി വരും. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, യേശു മടങ്ങി വരും. യേശു ക്രിസ്തു പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ നാം കാണും. ഇന്ന് നാം വിശ്വാസത്താൽ ദൈവത്തെ അനുഭവിക്കുകയും ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണും. എന്ന് മാത്രമല്ല, അവനോട് സദൃശ്യന്മാരാകും. ചെറിയ വിളിയൊന്നുമല്ല, യേശുവിനെ പോലെ ആകാനാണ് വിളി. പ്രിയപ്പെട്ടവരെ, അല്പനേരത്തേക്കാണ് നിങ്ങൾക്ക് ഈ വേദനയുള്ളത്. ഒന്ന് ക്ഷമയോടെ കടന്നു പോകാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, സഹിക്കാൻ മനസ്സ് വെച്ചാൽ, നിങ്ങൾ അവൻ്റെ കൂടെ വാഴും. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ചില നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.